ഈ പരിമിതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ നിഷേധിക്കില്ല. പക്ഷേ അതിനർത്ഥം പിന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയായ അബിൻ വർക്കി പറഞ്ഞതുപോലെ ജയചന്ദ്രൻ ഇവിടെ നിന്ന് CPM-നെ വൈറ്റ് വാഷ് ചെയ്യാണ് എന്ന് ഉണ്ടയിലാവടി വെച്ചിട്ട് കാര്യവുമില്ല ശ്രീ അബിൻ വർക്കി. കാര്യം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മുമ്പിലുള്ള ഇന്നത്തെ കോടതി വിധി വെച്ചുകൊണ്ടാണ്. അഭിലാഷിൻ്റെ കയ്യിലും അതുണ്ടല്ലോ. പേജ് 9 നോക്കൂ. 9-ാം പേജിൽ വ്യക്തമായി പിന്നെ ആ വിധിന്യായത്തിൽ പറയുകയാണ്, ഈ പ്രതിഭാഗം ഇല്ല പിന്നെ ജയരാജൻ്റെ വക്കീൽ വാദിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടറും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ക്രിമിനൽ കോൺസ്പിറസി വാസ് കമ്മിറ്റഡ് ബൈ ദ അക്യൂസ്ഡ് പേഴ്സൺസ് അറ്റ് തൈക്കാട് ഗസ്റ്റ് ഹൗസ്. അതാണ് അവിടുത്തെ കീ ഫാക്ടർ. അല്ല, അത് ശ്രീ ജയചന്ദ്രൻ, നമ്മളൊരു കോടതി വിധി എടുത്താൽ പ്രോസിക്യൂഷന്റെ വാദം, ഡിഫൻസിന്റെ വാദം, ഇവ രണ്ടും കോടതി വിധിയുടെ ആദ്യത്തെ പാർട്ടിൽ ഉണ്ടാകും. അതിന്റെ കൺക്ലൂഷനിലാണ് ജഡ്ജി ഈ വിഷയത്തിനകത്ത് അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലെ അദ്ദേഹം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് എന്താണോ അദ്ദേഹത്തിന്റെ വിധി അത് പറയുന്നത്. അപ്പോൾ കോടതി വിധിയുടെ ആദ്യ ഭാഗങ്ങളിൽ പ്രോസിക്യൂഷന്റെയും ഡിഫൻസിന്റെയും കാര്യങ്ങൾ വിശദീകരിക്കും. അത് കോടതി പറഞ്ഞതായിട്ട് എങ്ങനെയാണ് എടുക്കാൻ കഴിയുക? അല്ല, കോടതി പറഞ്ഞല്ല ഞാൻ പറഞ്ഞത്, പ്രോസിക്യൂട്ടർ പറഞ്ഞാണല്ലോ ഞാൻ പറഞ്ഞത്. കോടതി പറഞ്ഞു എന്നുള്ളത് ഞാൻ മാറ്റി പറഞ്ഞല്ലോ ഇപ്പം തന്നെ. ശരി, എന്നിട്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇനി അവിടെ നിൽക്കൂ. ഈ പിന്നെ 1997 ഒക്ടോബർ 22 രാത്രി 2:30 തലശ്ശേരിയിൽ നിന്ന് കെ സുധാകരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ, ജയിലിലടക്കപ്പെട്ടില്ലേ? അങ്ങനെ സംഭവമില്ലേ? അബിൻ വർക്കി അന്വേഷിച്ച് നോക്കൂ, ഉണ്ട് കേട്ടോ. എന്ന് മാത്രമല്ല, EP ജയരാജനെ വെടിവെച്ച വ്യക്തി ഉപയോഗിച്ച തോക്കിൻ്റെ ഉടമ ഒരു സലീമാണ്. ഇതൊക്കെ പിന്നെ ആന്ധ്ര പോലീസിൻ്റെ കേരള പോലീസിൻ്റെയൊക്കെ രേഖകളുള്ളതാണ്. ആരെങ്കിലും ഉണ്ടാക്കി വെച്ചോന്നല്ല, ഞാൻ പ്രത്യേകിച്ച് വൈറ്റ് വാഷ് ചെയ്യുന്നതല്ല കേട്ടോ. എന്താണ്, ആരാണ് ഈ സലീം, എന്താണ് കെ സുധാകരനുമായിട്ടുള്ള ബന്ധം, ഇത് അന്വേഷിക്കുകയാണ് ആന്ധ്ര പോലീസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സാക്ഷി പറഞ്ഞോട്ടെ. അപ്പോൾ അവിടെ സാക്ഷിയായ ഒരു ജയകൃഷ്ണനുണ്ട്. ഈ ജയകൃഷ്ണനെ പിന്നെ ക്രൈംബ്രാഞ്ച് DYSP ജോഷുവയും കന്റോൺമെൻറ്റ് ACP മുകുന്ദനും അന്ന് വിരട്ടിയതായി വലിയ വാർത്തകൾ വന്നിരുന്നല്ലോ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസ് ഞാൻ പറഞ്ഞത്, ഞാൻ തുടക്കം മുതലേ പറയുന്ന ഈ ചർച്ചയിൽ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് സുധാകരനെതിരെ CPM കെട്ടിച്ചമച്ച കള്ളക്കേസാണ് ഈ ജയരാജന്, VP ജയരാജനേറ്റ വെടി. ഇപ്പോഴും അദ്ദേഹം കൊണ്ടു നടക്കുന്ന അതിലൊരു വെടിയുണ്ടല്ലോ. അതൊക്കെ CPM-ൻ്റെ കള്ളക്കഥയാണെന്നൊക്കെ പറയുന്ന നിങ്ങളുടെ നിലപാടിനോടാണ് ഞാൻ ശക്തിയായി വിയോജിക്കുന്നത്. കേസ് തോറ്റിട്ടുണ്ടാവും, നമുക്കറിയാം. ഇന്നത് ഞാനൊരു അക്നോളജ് ചെയ്യുന്നു, നമ്മളെല്ലാവരും ഒരു അക്നോളജ് ചെയ്യുന്നു. ശ്രീ അഭിലാഷ്, ആ വെടിയുണ്ട ഉണ്ട് എന്ന് തെളിയിക്കാൻ അബിൻ വർക്കി നിൽക്കൂ. രാജധാനി എക്സ്പ്രസിൽ വെച്ച് അതങ്ങോട്ടാവട്ടെ മാരകമായ നിലയിൽ വെടിവെച്ച് പരിക്കേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കൊല്ലണമെന്ന ഉദ്ദേശത്തിലായിരുന്നു, മരിച്ചിട്ടില്ല എന്നുള്ളത് ഭാഗ്യം എന്നുള്ളത് കണ്ടാൽ മതി. അതിനപ്പുറത്ത് അതിമാരകമായ നിലയിൽ ആക്രമിക്കപ്പെട്ട ആളാണ് EP ജയരാജൻ. അത് നമുക്ക് വസ്തുതയല്ല എന്ന് പറയാൻ കഴിയില്ല. അതുണ്ടായ സംഭവമാണ്, അത് ഇല്ലാതാക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞത് വെടിയുണ്ട അതിന് കാരണക്കാരൻ കെ സുധാകരനാന്ന് പറഞ്ഞപ്പോ അത് ഈ ലോകത്തിലെ ഏത് ആശുപത്രിയിൽ വേണമെങ്കിലും ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് EP ജയരാജൻ ചെക്ക് ചെയ്ത് അത് പുറത്തു വന്നിട്ടുണ്ടോ? വെടിയുണ്ട ഇന്നും വെച്ചുകൊണ്ട് കിടക്കുന്ന ആളാണോ ശ്രീ EP ജയരാജൻ? അതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഈ രാജ്യത്തിന് മുമ്പിലുണ്ടോ, നമ്മുടെ മുമ്പിലുണ്ടോ? ഏത് കോടതിയിൽ, ഏത് ആശുപത്രിയിൽ പോകാമെന്ന് കെ സുധാകരൻ മൃഗാധിപത്യം നടക്കുന്ന രാജ്യമൊന്നുമല്ല ഇന്ത്യയും കേരളമൊന്നും. മൃഗാധിപത്യമൊന്നുമല്ല, ജനാധിപത്യം തന്നെയാണ് ഇവിടെ. അത് മനസ്സിലാക്കണം. ശരി, ഓക്കെ. കേരളമൊന്നും ജനാധിപത്യം തന്നെയാണ്. എവിടെയാണ് തെളിയിക്കാമോ? തെളിയിക്കേണ്ടത് ശ്രീജയേന്ദ്രൻ പറയൂ, താങ്കൾ കൺക്ലൂഡ് ചെയ്യൂ. അല്ല, അത് അഭിലാഷ, അത് ഇങ്ങനെ ചർച്ചയിൽ ഈ തരത്തിൽ അനാവശ്യമായ ഇടപെടലുണ്ടാവുന്നതുകൊണ്ട് നിങ്ങൾക്കേ ഉള്ളൂ പിന്നെ നാണക്കേട് ഉണ്ടാവുന്നെങ്കിൽ എനിക്കതിൻ്റെ നാണിക്കേണ്ട കാര്യമില്ല. കാര്യം ഞാൻ എൻ്റെ സമയത്ത് മാത്രമാണ് എൻ്റെ അഭിപ്രായം പറയുന്നത്. നിങ്ങളുടെ സമയത്ത് ഞാൻ പറയാൻ വരാറില്ല.
ആ ഒരു മിനിമം മര്യാദ എന്നോട് തിരിച്ചും കാണിക്കണം മിസ്റ്റർ. അതല്ലേ ഒരു ജനാധിപത്യപരമായ സംവാദം എന്ന് പറയുന്നത്. അത് താങ്കൾ മിനിമം പാലിക്കാൻ ശ്രമിക്കും. മുൻപും ഞാനൊരു ചർച്ചയിൽ ഇതുപോലെ തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പറയേണ്ടി വരുന്ന ഖേദകരമാണ് എനിക്ക്. അത് താങ്കളെങ്കിലും മനസ്സിലാക്കൂ പ്രിയപ്പെട്ട സുഹൃത്തെ, അതെനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞത് ഇതാണ് കാര്യം അഭിലാഷേ. ഈ സലീമും സുധാകരനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് അന്വേഷിച്ച് വന്നവരെ സാക്ഷിമൊഴി കൊടുത്ത ആളിനെ അടക്കം പിന്നെ ACP വിരട്ടിയ പ്രശ്നമൊക്കെ നിലനിന്നിരുന്നു. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ താങ്കൾ ചോദിച്ചത് ഇത് പിന്നെ കോടതിയിൽ ഇങ്ങനെ ആയല്ലോ. ശരിയാണ്, കോടതിയിൽ ഇങ്ങനെയായി. അപ്പോൾ ഈ കോസ് ഓഫ് ആക്ഷൻ, കോൺസ്പിറസി ആൻഡ് കോസ് ഓഫ് ആക്ഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രൈവറ്റ് കംപ്ലയിൻറ്റിന് പോയപ്പോൾ ജയരാജൻ ഫോക്കസ് ചെയ്ത്, EP ജയരാജൻ ഫോക്കസ് ചെയ്ത് അതിലായിരുന്നു. അതായിരുന്നു കംപ്ലൈൻറ്റ്. അങ്ങനെയാണല്ലോ സുധാകരൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 97-ൽ. ഞാൻ പറഞ്ഞില്ലേ, ആ ഡേറ്റിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. കോസ് ഓഫ് ആക്ഷൻ ആൻഡ് കോൺസ്പിറസി തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ റൂം നമ്പർ 107, 103. EM അഗസ്ത്യയുടെ പേരിൽ കള്ളപ്പേരിൽ യാത്ര ചെയ്തത് പിന്നെ ശ്രീമതി PP ദിവ്യ ഇപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ. അതും തെളിവുകളായി ഉണ്ട്, നമ്മുടെ മുമ്പിലുള്ളതാണ്. അപ്പോൾ അത് തെളിയിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? EM അഗസ്ത്യയുടെ പേരിലാണ് ഈ കള്ളയാത്ര ചെയ്യുന്നതെങ്കിലും 2 അകമ്പടിക്കാർ പോലീസുകാർ അവിടെയാണ് പിടി വീണത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ K സുധാകരനെ അകമ്പടി സേവിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് പൊളിയുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന കോസ് ഓഫ് ആക്ഷൻ, കോൺസ്പിറസിയുടെ കോസ് ഓഫ് ആക്ഷൻ ഉണ്ടാവുന്നത് ശ്രീദേവിയിലാണ്. പിന്നെ 107, 103 ഗസ്റ്റ് ഹൗസിൽ നമ്മുടെ തൈക്കാട് ഗസ്റ്റ് ഹൗസിലുണ്ട്. അതൊന്ന് ഒരു മുറി EM അഗസ്ത്യയുടെ പേരിലുള്ള ഒന്ന് സുധാകരനുമാണ് എടുത്തിരുന്നത്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ കോടതിയിൽ ആ തരത്തിലല്ല അതിനെ നോക്കിയത്. സാങ്കേതികത്വം, ആ സാങ്കേതികത്വമാണ് കോടതി വിധിയിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ശരി, ഓക്കെ. അങ്ങനെ സാങ്കേതികത്വത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സാങ്കേതികത്വത്തിന്റെ നൂലാമാലയിൽ മാത്രമാണോ ഇന്ത്യൻ നീതിന്യായ സംവിധാനം വിധി പറയുക?